ഒരാൾ സൈന്യത്തിൽ ചേരുമ്പോൾ എപ്പോഴെങ്കിലും വെടിയേൽക്കാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്ക് നേരത്തെ തന്നെ അറിയാം. സാർ, ഞാൻ നിങ്ങൾക്ക് എത്ര പണം തന്നാലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവൻ എനിക്ക് നൽകുക? സൈന്യത്തിൽ പോകുന്നവർക്ക് ഇത് നേരത്തെ അറിയാവുന്നതല്ലേ എന്ന തരത്തിലുള്ള ന്യായവാദങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സൈന്യത്തിൽ ചേരുമ്പോൾ വെടിയേൽക്കാൻ സാധ്യതയുള്ളതിനാൽ അതിനനുസരിച്ചുള്ള ശമ്പളമാണ് നൽകുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. സാർ, ഞാൻ നിങ്ങൾക്ക് എത്ര പണം തന്നാലാണ് നിങ്ങളുടെ ജീവൻ എനിക്ക് നൽകുക? ഒരു ചെറിയ ശമ്പളത്തിനു വേണ്ടി സൈനികൻ അതിർത്തിയിൽ വെടിയേൽക്കുന്നതിൽ എന്ത് പ്രത്യേകതയാണുള്ളതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ശരി, സൈനികന് എത്ര ശമ്പളമാണ് ലഭിക്കുന്നത്? ലക്ഷങ്ങളോ കോടികളോ ഒന്നുമല്ല, വളരെ സാധാരണമായ ഒരു ശമ്പളമാണ് ലഭിക്കുന്നത്. അയാൾ അതിർത്തിയിൽ വെടിയേറ്റാൽ അതിനെന്താ? അയാൾ പണം വാങ്ങുന്നതല്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. എങ്കിൽ ആ സൈനികന് ലഭിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി പണം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നിങ്ങളുടെ ജീവൻ നൽകുമോ? ശരി, എനിക്ക് നൽകണ്ട. അതിർത്തിയിൽ പോയി നിങ്ങളുടെ ജീവൻ നൽകുമോ? അപ്പോഴും നിങ്ങൾ അത് നൽകാൻ ആഗ്രഹിക്കില്ല. ആളുകൾ പറയും, ഇല്ല, ഞങ്ങൾ നൽകില്ല എന്ന്. പക്ഷെ സൈനികൻ എപ്പോഴെങ്കിലും അറിഞ്ഞുകൊണ്ട് മരിക്കാൻ പോകുകയാണോ? അയാൾക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നോ? വെടിയേറ്റുപോയതല്ലേ? അല്ല, അങ്ങനെയല്ല. താൻ ചെയ്യുന്ന ജോലിയിൽ, താൻ പോകുന്ന ദൗത്യത്തിൽ തീർച്ചയായും അപകടമുണ്ടെന്ന് അയാൾക്കറിയാം. നിങ്ങൾ എത്ര ന്യായങ്ങൾ പറഞ്ഞാലും അല്പം വിവേകത്തോടെ ചിന്തിച്ചാൽ മനുഷ്യൻ തന്റെ ശരീരവുമായി എത്രത്തോളം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സ്വന്തം ശരീരം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നാം മതിയായ മൂല്യം നൽകേണ്ടതുണ്ട്. മറ്റെന്തും നഷ്ടപ്പെടുന്നത് എളുപ്പമായിരിക്കാം, പക്ഷേ ശരീരം നഷ്ടപ്പെടുക എന്നത് ഏറ്റവും പ്രയാസകരവും ധീരവുമായ കാര്യമാണ്. പണമോ പ്രശസ്തിയോ അറിവോ കുടുംബമോ നഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ പ്രയാസകരമാണ് ശരീരം നഷ്ടപ്പെടുന്നത്. അറിഞ്ഞുകൊണ്ട് സ്വന്തം ശരീരം നൽകാൻ തയ്യാറാകുന്ന ആ മനുഷ്യനിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത തീർച്ചയായും ഉണ്ടാകും.